തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവം ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമാണ്. വഴിയോരങ്ങളിൽ അടുപ്പൊരുക്കി നടത്തുന്ന പൊങ്കാല മഹോത്സവം ഭക്തിയുടെയും ആഘോഷത്തിന്റെയും നാളുകളാണ് കേരളത്തിന് മൊത്തം നൽകുന്നത്. എന്നാൽ ഈ ഉത്സവത്തിനു ശേഷം നഗരം നേരിടുന്ന മലിനീകരണം വളരെ വലുതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നതിനാൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ തിരുവനന്തപുരം നഗരത്തെ മലിനമാക്കുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഈ നഗരത്തിൽ. നഗരത്തിന്റെ സ്വന്തം ശുചീകരണ തൊഴിലാളികൾ. 35 വർഷം കൊണ്ട് ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അനന്തപുരിയിൽ പത്മനാഭന്റെ മണ്ണിലാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. പൊങ്കാല ഇട്ട ശേഷം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ അതങ്ങ് കവറിലാക്കി നമ്മൾ കൊണ്ടുപോകും. അതല്ല നമ്മളിവിടെ ഇരിക്കുമ്പോൾ കോർപ്പറേഷൻകാർ വരെയാണെങ്കിൽ അവർ തന്നെ ക്ലീൻ ചെയ്ത് അവർ തന്നെ അപ്പോഴും നമ്മൾ പൊങ്കാല അടുപ്പിൽ നിന്ന് ഇറക്കി ഇതെല്ലാം നേരത്തെ ഇറക്കുമ്പോൾ തന്നെ കോർപ്പറേഷനിൽ ആൾ വരും. നമ്മളിത് രണ്ടാമത്തെ വർഷം വരുന്നത്. ലാസ്റ്റ് ഇയർ വന്നു, ഇത് സെക്കൻഡ് ഇയർ വരുന്നത്. എല്ലാം നമ്മൾ വരുമ്പോൾ തന്നെ റോഡെല്ലാം ക്ലീൻഡ് ആണ്. നമ്മൾ വന്നിട്ട് ഇത് മാത്രമേ ചെയ്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊന്നു ഇവിടുത്തെ നഗരസഭ, കോർപ്പറേഷൻ, പഞ്ചായത്ത് അവർ തന്നെയാണ് വന്നിട്ട് ഇഷ്ടിക എടുക്കുക, എല്ലാം ക്ലീനിങ് ചെയ്യാറ്. നമ്മളെല്ലാം ക്ലീൻ ചെയ്യാറ്. സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന നിലയ്ക്ക് ആറ്റുകാൽ പൊങ്കാല നടത്തിയെടുക്കുന്നതിൽ തിരുവനന്തപുരം നഗരസഭയും ഗവൺമെന്റും അതിൻ്റെ വിവിധ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ പൊങ്കാല വർഷങ്ങളിലും ഗവൺമെന്റ് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള റിവ്യൂ മീറ്റിംഗ് അടക്കം ചേരുകയാണ്. തിരുവനന്തപുരം നഗരസഭയാണ് ഇതിന്റെ നടത്തിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഏതാണ്ട് 3000-ലധികം വരുന്ന തൊഴിലാളികളാണ് തിരുവനന്തപുരം നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അതിലേറെയൂറും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രക്രിയയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷവും അതിന് മുൻപുമായുള്ള ശുചീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തുന്നതിന് മുന്നോടിയായി തന്നെ പൊങ്കാല ഉത്സവ മേഖല എന്നറിയിച്ചിട്ടുള്ള മുഴുവൻ പ്രദേശങ്ങളിലും നഗരസഭയുടെ 1500ഓളം വരുന്ന തൊഴിലാളികളെ ഉപയോഗിച്ച് നമ്മൾ നിത്യം ചെയ്യുന്ന ക്ലീനിങ് കുറെ കൂടി ഊർജിതപ്പെടുത്തി. അതിനുശേഷം പൊങ്കാല നടന്ന് തളിക്കൽ, അതായത് 2:30-ക്ക് തളിക്കും എല്ലാ പ്രസാദങ്ങളും. അത് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ശുചീകരണം ആരംഭിക്കുകയാണ്. അപ്പൊ അത് ബഹുമാനപ്പെട്ട മേയർ ആരംഭിച്ചു. അങ്ങനെ ആ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരത്തിലാകെ 3000-ഓളം തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നമ്മൾ ഉള്ള തൊഴിലാളികളും പിന്നെ 1500ഓളം തൊഴിലാളികളെ അല്ലാതെ റിക്രൂട്ട് ചെയ്തും നമ്മൾ 3000 തൊഴിലാളികളിലധികം പേരെ ഉപയോഗിച്ചാണ് 38 വാർഡ് അടങ്ങുന്ന പ്രദേശങ്ങളിൽ ശുചീകരണം ചെയ്തിട്ടുള്ളത്. നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ തൊഴിലാളികൾ രാത്രിയിൽ തന്നെ നഗരത്തിനെ വൃത്തിയാക്കുന്നു. പൊങ്കാലയുടെ ഓർമ്മകൾ മാത്രം അവശേഷിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിനെ പുതിയൊരു പുലർക്കാലത്തിലേക്ക് ഈ ശുചീകരണ തൊഴിലാളികൾ എത്തിക്കും. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഞങ്ങൾക്ക് നല്ല സന്തോഷകരമായിട്ട് ഇടാൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി ഓൾറെഡി കോർപ്പറേഷൻകാരിവിടെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ വന്ന് പൊങ്കാല ഇടുന്നുള്ളതല്ല, നമുക്ക് നല്ല അത്യാധുനിക സൗകര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. അപ്പോൾ പൊങ്കാല നമ്മൾ ഇടുന്നതിന് മുമ്പ് തന്നെ നല്ല ക്ലീൻ ആയിരുന്നു. അത് കഴിഞ്ഞോട് തന്നെ അത് നല്ല പ്രത്യേകിച്ച് സിറ്റിയിൽ ഇത്രത്തോളം മോശമായ രീതിയിലുള്ള അഴുക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് ഹരിതമായിട്ട് തന്നെ പൊങ്കാല ക്ലീൻ കോർപ്പറേഷൻ നല്ല രീതിയിൽ സഹകരിച്ചാണ് ഈ പൊങ്കാല ക്ലീനിങ് ഒക്കെ നല്ല പ്രോപ്പർസായിട്ട് നടക്കുന്നുണ്ട്. നഗരസഭ
നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവർ നടത്തുന്ന കഠിന പ്രയത്നമാണ് ഈ നഗരത്തിനെ മാലിന്യത്തിൽ നിന്ന് വിമുക്തമാക്കുന്നത്, അതും മണിക്കൂറുകൾ കൊണ്ട്. പത്ത് ദിവസം നമ്മളെല്ലാവരും ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. ഓരോ സർക്കിളിൽ നിന്നും ആൾക്കാരെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൊങ്കാലയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നത്. മേയറടക്കം HIമാരും HS അവരെല്ലാവരും കൂടെ ചേർന്ന് അത് ഉറപ്പുവരുത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് വേറെ, ഫുഡ് വേസ്റ്റ് വേറെ, അങ്ങനെയെല്ലാം തരം തിരിച്ച് നമ്മൾ മാറ്റി ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും നടത്തിയത്. കഴിഞ്ഞ വർഷവും ഇതുണ്ടായിരുന്നു, അതിൽ നിന്നും കുറച്ചുകൂടെ ബെറ്ററായി തന്നെയാണ് ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് ഷിഫ്റ്റ് ഇത്രയാണെന്ന് ഇന്നത്തെ വർക്കിനില്ല, ഇല്ല എല്ലാം ഫുള്ളും ക്ലീൻ ആക്കണം, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സേവനമായിട്ട്. അത് മേടിച്ച് തീർന്ന പിന്നെയാണ് തുടങ്ങിയത്. നമ്മൾ കട്ട എടുക്കുന്നു, അടുത്ത ആൾക്കാർ തൂത്ത് തരുന്നു, വേറെ ആൾക്കാർ ഫുഡ് വേസ്റ്റ് വാരുന്നു. പ്ലാസ്റ്റിക് നിരോധനം മൊത്തം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പ്ലാസ്റ്റിക് കുറവാണ്. ഇനി നമ്മളെ ഇനി ഓഫീസർമാരെ ഇതിപ്പോൾ ഈ ലോഡ് കൊണ്ടുവന്നിട്ട് അവർ തീരുമാനിക്കും എന്താണ് ചെയ്യാനുള്ളതെന്ന്. പ്ലാസ്റ്റിക്കും തരംതിരിച്ച് മാറ്റി മറ്റത് വേസ്റ്റ് മാറ്റി അങ്ങനെയുള്ള കറക്റ്റ് ചെയ്ത് എന്താണ് ചെയ്യണം ആ പരിപാടികൾ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി പൊങ്കാല കൂടുതലായി കൂടുതൽ പൊങ്കാല. അത് ഈ ഒരുപാട് ക്ലീനിങ് ജോലി ഇപ്പോൾ ഈ സമയമായിട്ട് തീരില്ല, കുറേ ജോലി എങ്കിലും തീരാനുള്ളതാണ്. ക്ഷേത്രനടയിൽ നിന്ന് ആരംഭിക്കുന്ന വൃത്തിയാക്കൽ നഗരത്തിന്റെ ഓരോ കോണിലേക്കും വ്യാപിപ്പിക്കും. റോഡുകൾ കഴുകി വൃത്തിയാക്കും. ഏകദേശം 3000-ഓളം വരുന്ന തൊഴിലാളികളുടെ കഠിന പ്രയത്നമാണ് ഇതിന് പിന്നിൽ. ചെറിയ ടിപ്പറുകൾ, വലിയ ടിപ്പറുകൾ, 40ഓളം മിനി ലോറികൾ, അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഇതിനായി ഇവർ ഉപയോഗിക്കുന്നു. നമ്മൾ ശുചീകരണം കുറച്ചുകൂടി എളുപ്പമാക്കാനും നമ്മുടെ തൊഴിലാളികൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ട് കുറയ്ക്കാനും മാലിന്യത്തിന്റെ അളവ് വലിയ തോതിൽ കുറയ്ക്കാനും വേണ്ടി നമ്മൾ പൊങ്കാലയ്ക്ക് മുന്നോടിയായി തന്നെ ആളുകളോട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം എന്നൊരു നിർദ്ദേശം പരമാവധി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാൾ മെച്ചപ്പെട്ട തരത്തിലായിരിക്കും ഇത്തവണത്തെ ശുചീകരണവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും. ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത തവണ നടത്താൻ വേണ്ടി ഒരു മാതൃക സൃഷ്ടിക്കുക എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ സഹകരണം നമുക്കിതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ മേയറായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പൊങ്കാലയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അതിന്റെ നിവേദ്യം വാങ്ങി ശുചീകരണ തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ശുചീകരണ പ്രവർത്തനം നമ്മൾ ആരംഭിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ആ നിലയിൽ അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഡെയിലി വേജസിലാണ് നമ്മൾ ശമ്പളം നൽകുക. മറ്റ് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ നിലയിൽ എല്ലാവരും കൂടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യങ്ങൾ ഏതാണ്ട് 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നഗരം ശുചിയാക്കി, അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നതിന്റെ അടയാളം പോലും ഇല്ലാത്ത നിലയിൽ കഴുകി വൃത്തിയാക്കുന്ന കൃത്രിമ മഴയടക്കം പെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നഗരസഭ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നഗരസഭയെ സംബന്ധിച്ച് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഒരു മാതൃക കൂടിയാണ്. നേരത്തെ നഗരസഭ ഇതിന്റെ അളവ് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കി സീറോ വേസ്റ്റിലൂടെ ഏതാണ്ട് 380-400 ടൺ ഉണ്ടായിരുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാൻ ഗ്രീൻ പ്രോട്ടോകോളിലൂടെ പരിശ്രമം നടത്തിയിരുന്നു. ഇപ്പൊ നഗരസഭയ്ക്ക് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ക്ലീനിങ് വലിയ പേരും പെരുമയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ശുചീകരണത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഓരോ വർഷവും നടക്കുന്നത്. കൂടുതൽ ജീവനക്കാരെ ഇതിനായി നിയോഗിക്കും. പൊങ്കാല ദിവസം രാത്രി 10 മണിക്ക് മുമ്പ് തന്നെ നഗരം പൂർണ്ണമായും ശുചീകരിക്കും.
പൊങ്കാലയുടെ പുണ്യവും പേറി ഭക്തലക്ഷങ്ങൾ മടങ്ങുമ്പോൾ അവർ ബാക്കിയാക്കിയ ആ മാലിന്യങ്ങളെ ചുമന്നുമാറ്റി ഒരു നഗരത്തെ പുനർനിർമ്മിക്കുന്ന ഈ പോരാളികൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരംഗീകാരങ്ങൾക്കും വിധേയരാകാതെ സാമൂഹ്യ നന്മയ്ക്ക് ഊന്നൽ നൽകി തങ്ങളുടെ കർത്തവ്യം തുടർന്നുകൊണ്ടേയിരിക്കും.